കാമം നിയത സ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിദം തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനാം തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സൂര്യാദി ബുധപര്യന്തം ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഭാവഫലങ്ങൾ പറയപ്പെട്ടു. അതിനുശേഷം വ്യാഴത്തിന്റെ പ്രകരണത്തിൽ 10ാം ഭാവം വരെ വ്യാഴം നിന്നാലുള്ളതായ ഫലത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കപ്പെട്ടു. ഇന്ന് നമുക്ക് പറയേണ്ടത് 11ാം ഭാവത്തിൽ വ്യാഴം വന്നാൽ അനുഭവിക്കേണ്ടതായ ഫലവിഷയങ്ങളെ കുറിച്ചാണ്. ആയതിനെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അകുപ്യം ച ലാഭോ ഗുരോ കിന്ന ലഭ്യം വദന്ത്യഷ്ടദീമന്യമന്യേ മുനീന്ദ്രാഃ പിതുർഭാരഭൃത്സ്വാംഗജാസ്തസ്യ പഞ്ചാം പരാർത്ഥസ്തദാർത്ഥോ ന ചേദ്വൈ ഭവായ. ഒന്നുകൂടി ചെല്ലാം. അകുപ്യം ച ലാഭേ ഗുരൗ കിന്ന ലഭ്യം വദന്ത്യഷ്ടദീമന്യമന്യേ മുനീന്ദ്രാഃ പിതുർഭാരഭൃത്സ്വാംഗജാസ്തസ്യ പഞ്ച പരാർത്ഥസ്തദാർത്ഥോ ന ചേദ്വൈ ഭവായ. അകുപ്യം ച ലാഭേ ഗുരൗ കിന്ന ലഭ്യ വദന്ത്യഷ്ടധീമന്യമന്യേ മുനീന്ദ്രാഃ പിതുർഭാരഭൃത്സ്വാംഗജാഃ തസ്യ പഞ്ച പരാർത്ഥസ്തദാർത്ഥോ ന ചേദ്വൈ ഭവായ എന്നാണ് ശ്ലോകം. ലാഭേ ഗുരു, ലാഭത്തിങ്കൽ ഗുരു സ്ഥിതനായിരിക്കും സമയത്തിങ്കൽ എന്നർത്ഥം. ലാഭം എന്ന് പറഞ്ഞാൽ 11ാം ഭാവം. അപ്പോൾ ഒരാൾക്കുണ്ടാവുന്ന ധനലാഭത്തിന്റെ വിഷയങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് 11ാം ഭാവം കൊണ്ടാണ്. സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാതാ നിജാത്മക വാമകർണോ അർത്ഥലാഭശ്ച. അർത്ഥലാഭം എന്നൊക്കെ പറയാനിട വന്നതുകൊണ്ട് 11ാം ഭാവത്തിന്റെ ഒരു പേരാണ് ലാഭം എന്നുള്ളത്. ലാഭേ ഗുരൗ, 11ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്നാണ് അതിന്റെ അർത്ഥം. അകുപ്യം ച ലാഭേ ഗുരൗ കിന്ന ലഭ്യ എന്നാണ് ആദ്യത്തെ വരി. അകുപ്യം എന്ന് പറഞ്ഞാല് സ്വർണ്ണ വസ്തുക്കളും വെള്ളി വസ്തുക്കളും ഒക്കെ അടങ്ങുന്നതിനെയാണ് അകുപ്യം എന്ന് പറയാറുള്ളത്. അകുപ്യമായതായ വസ്തുക്കൾ എങ്ങനെ ഇയാൾക്ക് ലഭിക്കാതിരിക്കും എന്ന ഒരു ചോദ്യരൂപത്തിലാണ്. കിം ന ലഭ്യ, എങ്ങനെയാണ് ലഭിക്കുക? 11ൽ വ്യാഴം നിന്നാൽ അയാൾക്ക് അകുപ്യമായ വസ്തുക്കൾ എങ്ങനെയാണ് ലഭിക്കാതിരിക്കുക എന്ന് ചോദിച്ചാൽ 11ൽ വ്യാഴമുള്ള ആൾക്ക് സ്വർണം വെള്ളി തുടങ്ങിയിട്ടുള്ളതായ വസ്തുക്കളെല്ലാം വളരെയധികം കൈവരാനുള്ളതായ യോഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലായിക്കോളുന്ന അർത്ഥം. ചമൽക്കാര രൂപത്തിൽ പറയപ്പെട്ടത് മാത്രമാണ്. വദന്തി അഷ്ടധീമന്തമന്യേ മുനീന്ദ്രാഃ എന്നുള്ളതാണ് അടുത്ത വരി. അഷ്ടധീമന്യമന്യേ മുനീന്ദ്ര,
അഷ്ടമുനീന്ദ്ര ധീമന്ത വദന്തി എന്നാണ് വരിക. അതായത് അഷ്ട മഹർഷികൾ അല്ലെങ്കിൽ അഷ്ട മുനികൾ അവര് വളരെ ബുദ്ധിമാനാണെന്ന് ഈ വ്യക്തിയെ കൊണ്ട് പറയും. പല വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഋഷീശ്വരന്മാരായ വ്യാകരണാദി ശാസ്ത്ര പ്രയോക്താക്കളായ അഷ്ടമഹർഷിമാർ ഈ വ്യക്തിയെ ബുദ്ധിമാനാണെന്ന് വധിക്കപ്പെടും എന്ന് രണ്ടാമത്തെ വരിയുടെ അർത്ഥം. മൂന്നാമത്തെ വരി പിതുർഭാരഭൃത് സ്വാംഗജാസ്തസ്യ പഞ്ച. പിതുർഭാരഭൃത് പിതാവിന് ഭാരത്തെ ഉണ്ടാക്കുന്നവനായിരിക്കും എന്ന് അർത്ഥം. പിതാവിന് ഭാരഭൃത്തായിട്ട് ഭവിക്കും. സ്വാംഗജാസ്തസ്യ പഞ്ച. തന്റെ അങ്കജന്മാരെന്ന് പറഞ്ഞാൽ സ്വ അങ്കജന്മാര്, സ്വന്തം അംഗത്തിൽ നിന്ന് ജനിച്ച ആൾക്കാർ എന്നർത്ഥം. അതിന്റെ അർത്ഥം സന്താനങ്ങൾ. പ്രത്യേകിച്ചും 11 നിൽക്കുന്നതായ വ്യാഴത്തിന് 5ാമത്തെ ഭാവത്തിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി ഉള്ളതുകൊണ്ട് സ്വാംഗജന്മാര് 5 ഭവിക്കുമെന്നാണ് പറഞ്ഞത്. 5 സന്താനങ്ങളുടെ ലക്ഷണം. ഒരു വ്യക്തിയെ ചിന്തിക്കുകയാണെങ്കിൽ 11 വ്യാഴം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 5 സന്താനങ്ങൾക്ക് വരെ യോഗമുണ്ടെന്ന് പറയാവുന്നതാണ് എന്നർത്ഥം. അതാണ് സ്വാംഗജാസ്തസ്യ പഞ്ച. 4ാമത്തെ വരി പരാർത്ഥോസ്തദാർത്ഥോ. തദർത്ഥം പരാർത്ഥമായി ഭവിക്കും എന്നർത്ഥം. അതായത് ഇദ്ദേഹം സ്വന്തമായിട്ട് സമ്പാദിച്ചതായ ധനം മറ്റുള്ള ആളുകൾ എടുത്തുപയോഗിക്കുന്നതായ അവസ്ഥയിലോ മറ്റുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ടതായ അവസ്ഥയിലേക്കോ എത്തിച്ചേരും. സ്വന്തമായി കൈകാര്യം ചെയ്യാതെ മറ്റുള്ളവർക്ക് അത് വിതരണം ചെയ്തിട്ടോ ദാനം ചെയ്തിട്ടോ മറ്റെന്തെങ്കിലും രേഖാപരമായിട്ടോ മറ്റുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ടതായ അവസ്ഥ വരും എന്നർത്ഥം. ഇതാണ് 11ാമത്തെ ഭാവത്തിൽ വ്യാഴം എന്നാലുള്ളതായ ഫലവിഷയം. ആ വിഷയത്തിന് ഞാനൊന്ന് സംക്ഷേപിച്ച് പറയാം. അകുപ്യം ജലാഭേ ഗുരൂ കിന്നലഭ്യം വദന്ത്യഷ്ടദീമന്ത്യമന്യേ മുനീന്ദ്ര പിതുർഭാരഭൃത്സ്വാംഗജസ്തസ്യ പഞ്ച പരാർത്ഥ തദാർത്ഥോ ന ചേദ്വൈ ഭവായം. വ്യാഴം 11ാം ഭാവത്തിങ്കൽ നിൽക്കുമ്പോൾ ജനിച്ചവന് സ്വർണം വെള്ളി മുതലായവ ലഭിക്കുവാൻ സംഗതി ഉണ്ടാകും. സ്വർണം വെള്ളി തുടങ്ങിയ ഉത്കൃഷ്ട വസ്തുക്കളെല്ലാം തന്നെ ധാരാളമായി ലഭിക്കുമെന്ന് താല്പര്യം. പാണിനി മുതലായ വ്യാകരണാദി ശാസ്ത്രപ്രയോക്താക്കളായ മഹർഷിമാർ കൂടി ഈ വ്യക്തിയെ ബുദ്ധിമാനാണെന്ന് പറയുന്നു. അത്രയും ശാസ്ത്രപാണ്ഡിത്യമുള്ളവനായിരിക്കുമെന്ന് താല്പര്യം. അച്ഛനെ വേണ്ടതുപോലെ ഭരിക്കും. അച്ഛനെ ഭരിക്കുന്നതായ സ്വഭാവമായിരിക്കും. അച്ഛനേക്കാൾ പ്രതാപം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അച്ഛനെ ഭരിക്കുന്നതായ ഒരവസ്ഥയും വന്നു ചേരാൻ ഇടവരും. അച്ഛനെ നോക്കേണ്ടതായ അവസ്ഥ വരും. അച്ഛനെ സംരക്ഷിക്കുന്നതായ വ്യക്തിയായിരിക്കുന്ന നല്ല അർത്ഥത്തിലും നമുക്ക് അതിനെ പറയാം. 5 പുത്രന്മാരുണ്ടാകാനുള്ളതായ യോഗവും നിലനിൽക്കുന്നു. അവന്റെ ദ്രവ്യം അന്യന്മാരുടെ അനുഭവത്തിനായിരിക്കും. ധർമ്മകാര്യത്തിന് ചിലവ് ചെയ്ത് ദ്രവ്യത്തെ മറ്റുള്ളവർക്കായി വിതരണം ചെയ്യുന്നതായ സ്വഭാവം ഉണ്ടാകും.
ഏതായാലും 11ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ളതായ ഫലവിഷയങ്ങൾ മനസ്സിലായി എന്ന് ധരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 12ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ളതായ ഫലവിഷയത്തെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.